ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം അവർ നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്ന അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന ആ രഹസ്യം എന്താണ്. ഓക്കെ, ഇത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് മൗനമായിരുന്ന് യൂണിവേഴ്സ് എന്ന് മനസ്സിൽ ആദ്യം പറയുക. അതിനുശേഷം നിങ്ങളുടെ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ 3 തവണ പറയുക. എന്നിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, യൂണിവേഴ്സ്, ആ വ്യക്തി എന്നിൽ നിന്നും എന്തെങ്കിലും രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നു, ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ആ വ്യക്തിക്കുണ്ട്, ഇത് വളരെ വ്യക്തമായി എന്നെ അറിയിക്കണേ. ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുവഴിയായിരിക്കും നിങ്ങളിപ്പോൾ ചോദിച്ച ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 4 ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കർമ്മദോഷം കൊണ്ട് ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തി, അതായത് ആ വ്യക്തിയുടെ കർമ്മദോഷം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് യാതൊരുവിധ മുന്നേറ്റവും ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ വ്യക്തി എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തിക്ക് നടക്കാറില്ല. ഈ വ്യക്തി എവിടെ പോയാലും പ്രശ്നമാണ്. ഈ വ്യക്തിയുടെ ഒരു ആഗ്രഹവും നടക്കത്തില്ല. ഈ വ്യക്തി ആരുടെ കൂടെ കൂടിയാലും ആ വ്യക്തിക്കത് അധിക നാള് അതേപോലെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ ബന്ധം അറ്റുപോകും. ഓക്കെ, അപ്പോൾ കർമ്മദോഷം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ പല രീതിയിലുള്ള കള്ളങ്ങൾ പറയുന്ന വ്യക്തി. ഈ വ്യക്തി പറയുന്ന കള്ളങ്ങൾ ആർക്കും അത് കള്ളമാണെന്ന് മനസ്സിലാകത്തില്ല. വളരെ ക്വയറ്റായിട്ടും നീറ്റായിട്ടും വ്യക്തി കള്ളങ്ങൾ പറയും. ഓക്കെ, പ്രത്യേകിച്ച് ആ വ്യക്തിയുടേതായിട്ടുള്ള മേഖലയിൽ ആ വ്യക്തിക്ക് ഉയർന്നു പോകാനുള്ള യാതൊരുവിധ കാര്യങ്ങളും ആ വ്യക്തി ചെയ്യുന്നില്ല. പക്ഷെ ആ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർന്ന് ഹൈ ആയിട്ട് കയറി പോകാൻ പറ്റും. പക്ഷെ അതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയോട് കൂടുന്ന മിക്ക ആൾക്കാരും ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അല്ലെങ്കിൽ നീ ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്യാത്തത്, അതേപോലെ തന്നെ ഇന്ന ജോലിക്ക് അപേക്ഷിക്കാത്തത്, ജോലിക്ക് പോകാത്തതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ
ചോദിക്കുന്നവരോട് ഈ വ്യക്തി പറയും, ഞാൻ എല്ലാം ശ്രമിക്കുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും നടക്കുന്നില്ല. ആക്ച്വലി ഈ വ്യക്തി അതിനൊന്നും ശ്രമിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പ്രണയബന്ധത്തിലാണ്. നിങ്ങളുടെ വ്യക്തിയാവാം. ആ വ്യക്തി ഒരുപാട് കള്ളങ്ങൾ, നിങ്ങൾ അറിയാതിരിക്കാൻ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ വ്യക്തി ഒളിച്ചു വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആ വ്യക്തിയുടെ ലൈഫിനെ കുറിച്ചുള്ള കാര്യമാണ്. ആ വ്യക്തി ലൈഫിൽ നല്ല ഹൈ ആയിട്ട് ഉയർന്നു പോകത്തക്ക രീതിയിൽ യാതൊന്നും ആ വ്യക്തി ചെയ്യുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ ജീവിതത്തിൽ ഉയർന്നു പോകുവാനുള്ള യാതൊരു കാര്യങ്ങളും ആ വ്യക്തിക്ക് ചെയ്യാനുള്ള മനസ്സില്ല. നിങ്ങൾ ചോദിച്ചാൽ പറയും, ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വ്യക്തി ട്രൈ ചെയ്യാറില്ല. ഒരു മടിയൻ അല്ലെങ്കിൽ ഒരു മടിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആ വ്യക്തി ഒന്നിലും യാതൊരുവിധ കാര്യത്തിലും ആ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. നിങ്ങളിലായപ്പോലും ചില സമയങ്ങളിലൊക്കെ ആ വ്യക്തി യാതൊരുവിധ കെയറിങ്ങും നിങ്ങൾ കാണിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ വ്യക്തിയുടെ കർമ്മഫലം കൊണ്ടാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷങ്ങൾ, ആ കർമ്മഫലങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് അത് മാറ്റിയെടുക്കുക. ആ വ്യക്തിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, നല്ല ഭാവിയുള്ള വ്യക്തിയാണ്, നല്ല നിലയിൽ കയറി വരേണ്ട വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ പ്രണയിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വ്യക്തിക്ക് വേറെ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആ വ്യക്തി ഇങ്ങനെ കൂളായിട്ട് കാമായിട്ട് അങ്ങനെ നടക്കും. അത്രേ ഉള്ളൂ. മടിയാണ് അല്ലെങ്കിൽ മടിച്ചയാണ്. ഓക്കെ എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഉപദ്രവകാരികളൊന്നുമല്ല. ഈ വ്യക്തിയുടെ ആ ദോഷം, ആ കർമ്മഫലം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക. അതിന് മാറ്റാനുള്ള സോഴ്സ് ഇല്ല. അതുകൊണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് എനിക്ക് വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങളെ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് താഴ്മയുടെ, അതായത് താണ നിലത്ത് നിന്നും ഒരു ഉയർന്ന നിലത്തിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ ദാരിദ്ര്യം പൂർണ്ണമായിട്ട് മാറി നല്ല സമ്പത്ത്, ഐശ്വര്യം അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തി നല്ല നേരായ പാതയിൽ കൂടി നടക്കുന്ന വ്യക്തിയാണ്, സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധം, അതായത് ഇങ്ങനെ തന്നെ ജീവിക്കണം, എനിക്ക് നല്ല രീതിക്ക് കയറി വരണം, നല്ല രീതിക്ക് എനിക്ക് ജീവിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം കൊണ്ടു നടന്ന് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ അതിൽ ചില പേർ രക്ഷപ്പെട്ടു, നല്ല രീതിക്ക് രക്ഷപ്പെട്ടു. ചില വ്യക്തികൾ ഇനി രക്ഷപ്പെടാനുണ്ട്, ഉടൻ തന്നെ അവർ രക്ഷപ്പെടും. അതിനുള്ള ഹൈ ആവുന്നൂടി യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കാൻ പോകും. ഫലം ലഭിച്ച വ്യക്തികളുമുണ്ട്, ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിൽ നിൽക്കുന്ന വ്യക്തി, യൂണിവേഴ്സിന്റെ ഒരു വലയമുള്ള വ്യക്തി, ഏഞ്ചൽസിന്റെ ഒക്കെ സപ്പോർട്ടുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയെ കുറിച്ച് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ വ്യക്തിനെ ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ അത് അവർക്ക് തിരിച്ചു കിട്ടും. ആ രീതിക്കുള്ള പവർ ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി നല്ല ദൈവവിശ്വാസമുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ആയിരിക്കുന്ന ആ വിശ്വാസം നല്ലതുപോലെ കാത്തു സൂക്ഷിക്കുന്ന, മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തി, പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരോടും ഒരു കള്ളവും പറയാറില്ല. ആ വ്യക്തിക്ക് മനസ്സിൽ എന്ത് തോന്നിയാലും അത് മുഖത്തടിച്ച പോലെ വ്യക്തി ചോദിക്കും, സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ആ വ്യക്തി ഒരു കാര്യങ്ങളും ഒരു രഹസ്യങ്ങളും ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും മറച്ചു വയ്ക്കാറില്ല. അങ്ങനെ ഒരു രഹസ്യമില്ല വ്യക്തിക്ക്. ആ വ്യക്തിക്ക് മനസ്സിൽ തന്നെ എന്തെങ്കിലും കാര്യം തോന്നിയാൽ പോലും അത് ഓൺ ദ സ്പോട്ടിൽ അത് ചോദിച്ച് അത് തീർക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉടമയാണ്
നിങ്ങൾ പേടിക്കുമ്പോഴാണ് രഹസ്യങ്ങളൊന്നും ആ വ്യക്തി നിങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള ചിന്ത. ഏത് കാര്യമായാലും ഒരു കാര്യം ആ വ്യക്തി ചെയ്യുമെങ്കിൽ ആ വ്യക്തി വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കും. ഷാർപ്പായിട്ട് ചിന്തിച്ച് നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ചെടുത്ത് മാത്രമേ ആ വ്യക്തി ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ദുഃഖം, അതിയായിട്ടുള്ള മനോവിഷമത്തിൽ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത്. ആ വ്യക്തിയുടെ ആ മനോവിഷമം ആ വ്യക്തി ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ വ്യക്തി പറയത്തുമില്ല. ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു വിഷമങ്ങളും ഒരു കാര്യങ്ങളും ആ വ്യക്തി ആരുമായിട്ടും ചർച്ച ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഉടമയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തി എന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അതുമാത്രമല്ല, അതികഠിനമായിട്ടുള്ള ദേഷ്യമുള്ള വ്യക്തി, ക്ഷിപ്രകോപം. ഓക്കെ, അപ്പോൾ എപ്പോഴും ആ ദേഷ്യ സ്വഭാവമില്ല. ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിക്കുള്ള ഷൗട്ടിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വഭാവം കൂടി ആ വ്യക്തിക്കുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നെങ്കിലും ആ വ്യക്തിക്ക് ഒരു നല്ല സമയം കൂടി ഇടയ്ക്ക് വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും അവസാനം പോസിറ്റീവായിരിക്കും. ആദ്യം വളരെ ബുദ്ധിമുട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അവസാനം ആ വ്യക്തി അത് പോസിറ്റീവായിട്ട് തന്നെ മാറ്റിയെടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിക്ക് തേർഡ് പാർട്ടി ടച്ചിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ തേർഡ് പാർട്ടിയുമായിട്ട് ആ വ്യക്തിക്ക്, അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള അത്രയും ഹാർട്ട് ടച്ചിങ് ഒന്നുമില്ല. പക്ഷേ മറ്റേ വ്യക്തി പുഷ് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയെ സ്വന്തമായിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഈ വ്യക്തിയെ കൂടെ നിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി അതിന് പൂർണ്ണമായിട്ടും വഴങ്ങി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ ആ വ്യക്തി നിൽക്കുന്നുണ്ട്. ഇതേ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഈ ഒരു സംശയം, ഈ ഒരു കാര്യം ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ വ്യക്തി പറയും ഒന്നുമില്ല. അതിനെ പറഞ്ഞ് ഇതേ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഈ ഒരു സംശയം, ഈ ഒരു കാര്യം ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ വ്യക്തി പറയും ഒന്നുമില്ല. അതിനെ പറഞ്ഞ് നൈസാക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ സോൾവ് ചെയ്യുന്നു. ആ രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ വ്യക്തി ചില ദോഷഫലങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ആയതിനാൽ തന്നെ കഷ്ടപ്പാടും നല്ലതും മാറി വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തി ചില ദോഷഫലങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ആയതിനാൽ തന്നെ കഷ്ടപ്പാടും നല്ലതും മാറി വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക. അതിനുള്ള സാമ്പത്തികം പിന്നെ വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും ആ വ്യക്തിയിലുള്ള നെഗറ്റീവ് പൂർണ്ണമായിട്ടും മാറുമ്പോഴത്തേക്കും ആ വ്യക്തി സ്വന്തമാകുകയും ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരും. ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.